Letter D on the days. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അമവി ഭരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്താളുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് താരിഖ് ഇബ്നു സിയാദ് എന്നാണ്. താരിഖ് ഇബ്നു സിയാദ് ജനിക്കുന്നത് ഹിജറ 50-ലാണ്, അതായത് ക്രിസ്താബ്ദം 670-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം മൊറോക്കയാണ്. താരിഖ് ഇബ്നു സിയാദിൻ്റെ കുട്ടിക്കാല ജീവിതം എന്ന് പറയുന്നത് മറ്റു ഇതര മുസ്ലിം കുട്ടികളെപ്പോലെ തന്നെയായിരുന്നുവെങ്കിലും വ്യത്യസ്തമായിരുന്നു. ചില പ്രധാനപ്പെട്ട ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളും മനഃപ്പാഠമാക്കുകയും പ്രധാനപ്പെട്ട ഹദീസുകളൊക്കെ ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതൊക്കെ താരിഖ് ഇബ്നു സിയാദിൻ്റെ ഹോബിയായിരുന്നു. താരിഖ് ഇബ്നു സിയാദിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത് ഒരു വലിയൊരു സൈനികനാവുക എന്നുള്ളതായിരുന്നു താരിഖ് ഇബ്നു സിയാദിൻ്റെ ആഗ്രഹം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹമുണ്ടാവാനുള്ളൊരു കാരണമുണ്ട്. അന്നത്തെ അമവി ഭരണാധികാരിയായിരുന്ന വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഗവർണറായിട്ട് ആഫ്രിക്കയിൽ ഭരണം നടത്തിയിരുന്ന മൂസ ഇബ്നു നുസൈറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അദ്ദേഹം മൊറോക്കോയിലെ ഭരണാധികാരിയും കൂടിയായിരുന്നു, അവിടുത്തെ കമാൻഡറും കൂടിയായിരുന്നു മൂസ ഇബ്നു നുസൈർ. അങ്ങനെ താരിഖ് ഇബ്നു സിയാദ് മൂസ ഇബ്നു നുസൈറിൻ്റെ സൈന്യത്തിൽ ചേരുകയും ചില പ്രധാനപ്പെട്ട മുസ്ലിം യുദ്ധങ്ങളിലൊക്കെ മൂസ ഇബ്നു നുസൈർ താരിഖ് ഇബ്നു സിയാദിനെ യുദ്ധങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ആ യുദ്ധങ്ങളിൽ താരിഖ് ഇബ്നു സിയാദിൻ്റെ ധീരതയും യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയ മൂസ ഇബ്നു നുസൈർ അത്ഭുതപ്പെട്ടു പോയി. ശേഷം താരിഖ് ഇബ്നു സിയാദിൻ്റെ ഈ തന്ത്രങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ മൂസ ഇബ്നു നുസൈർ ആഫ്രിക്കയിലെ തന്നെ ആ മൊറോക്കയിലുള്ളതായ ടാഞ്ചീർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭരണാധികാരിയായിട്ട് താരിഖ് ഇബ്നു സിയാദിനെ നിയമിക്കുകയുണ്ടായി. ഏതൊരു മുസൽമാന്റെയും രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ചരിത്രത്താളുകളിലെ ഒരു ചരിത്രമാണ് അന്തലൂസിന്റെ വിജയം എന്നുള്ളത്, അതായത് സ്പെയിനിന്റെ വിജയം. അന്ന് സ്പെയിൻ ഭരിച്ചിരുന്ന നീതിരഹിതനായ അക്രമകാരിയായ ലൂഡ്രിക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അന്ന് സ്പെയിൻ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസംതൃപ്തരായ, തീരെ തൃപ്തിയില്ലാതെ അവിടെയുള്ളതായ ജനങ്ങൾ വളരെ തൃപ്തിയില്ലാതെയായിരുന്നു ജനങ്ങളൊക്കെ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെയുള്ള ജനങ്ങൾ ഉത്തരാഫ്രിക്കയിലെ മുസ്ലിമീങ്ങളുടെ നീതിപൂർവമായ ഭരണം കണ്ട് മനസ്സിലാക്കിയ അവർ ആ മുസ്ലിമീങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ ടാഞ്ചീറിനടുത്തുള്ളതായ സിയൂട്ട എന്ന് പറയുന്ന സ്ഥലത്തിലെ ഗവർണറായിരുന്ന ജൂലിയൻ പ്രഭു ഈ സ്പെയിനിലെ മുസ്ലിമീങ്ങൾക്കിടയിലും ഉത്തരാഫ്രിക്കയിലെ മുസ്ലിമീങ്ങൾക്കിടയിലും മധ്യവർത്തിയായി നിൽക്കുകയും അദ്ദേഹം ശേഷം താരിഖ് ഇബ്നു സിയാദുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. താരിഖ് ഇബ്നു സിയാദുമായിട്ട് ചർച്ചകൾ നടത്തുകയും സ്പെയിനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി തയ്യാറാവണമെന്നും അതിനു വേണ്ടതായ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ നൽകാമെന്നും ജൂലിയൻ പ്രഭു അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തപ്പോൾ താരിഖ് ഇബ്നു സിയാദ് ഇരു കൈയും നീട്ടിക്കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു. കാരണം താരിഖ് ഇബ്നു സിയാദ് ഇങ്ങനെയുള്ളതായ അവസരങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. നേരെ താരിഖ് ഇബ്നു സിയാദ് തൻ്റെ ഗവർണറായ മൂസ ഇബ്നു നുസൈറിനോട് സമ്മതം ചോദിക്കുകയും മൂസ ഇബ്നു നുസൈർ തൻ്റെ ഭരണാധികാരിയായ അമവി ഭരണാധികാരി വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയക്കുകയും ചെയ്തു. വലീദ് ഇബ്നു അബ്ദുൽ മലിക് യുദ്ധത്തിന് വേണ്ടി സമ്മതം നൽകുകയും എന്നാൽ ആദ്യം തന്നെ ഈ സൈന്യം പോവരുത് എന്നും അതിനു മുമ്പ് ഈ നിരീക്ഷണ സൈന്യം അവിടെ പോയിട്ട് നിരീക്ഷിക്കണമെന്നും അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂസ ഇബ്നു നുസൈർ ഒരു നിരീക്ഷണ സൈന്യത്തെ താരിഖ് ഇബ്നു മലിക്കിന്റെ നേതൃത്വത്തിലായിട്ട് 500ഓളം വരുന്ന നിരീക്ഷണ സൈന്യത്തെ സ്പെയിനിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ്. ഹിജറ 91 റമദാനിലാണ് താരിഖ് ഇബ്നു മലിക്കിന്റെ നേതൃത്വത്തിലായിട്ടുള്ള ഈ നിരീക്ഷണ സൈന്യം സ്പെയിനിലേക്ക് അങ്ങ് പുറപ്പെടുന്നത്. ജൂലിയൻ പ്രഭു നൽകിയതായ 4ഓളം വരുന്ന കപ്പലുകളിലാണ് ഇവരുടെ യാത്ര. അങ്ങനെ ഇവർ കടലും കടന്ന് ത്വാരിഫ് ദ്വീപിലെത്തുകയും അവിടെ ഒന്നാകെ അരിച്ചു പുറക്കുകയും അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലായിട്ട് 700ഓളം വരുന്ന സൈനികർ സ്പെയിനിലേക്ക് പുറപ്പെടുകയാണ്. ഹിജറ 92 റജബിലായിരുന്നു ആ യാത്ര. അങ്ങനെ താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ളതായ ഈ സംഘം
ജിബ്രാൾട്ടർ കടലിടുക്കിൽ അവർ സമ്മേളിക്കുകയുണ്ടായി. ശേഷം അവർ അവിടെ ഒരുപാട് കോട്ടകൾ പണിയുകയും ആ കോട്ടകൾക്ക് കാവൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സൈനികരെ നിർത്തുകയും ചെയ്തു. ശേഷം ഇദ്ദേഹം താരിഖ് ഇബ്നു സിയാദ് ജൂലിയൻ പ്രഭുവിന്റെ നേതൃത്വത്തിലായിട്ട് അദ്ദേഹം ഗ്രീൻ ഐലൻഡിലേക്ക് മാർച്ച് നടത്തുകയും അവിടെയുള്ള ഒരുപാട് കോട്ടകൾ അദ്ദേഹം പിടിച്ചെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമയത്തായിരുന്നു സ്പെയിനിലെ ഭരണാധികാരിയായ ലൂഡ്രിക് വിവരമറിയുന്നത്. തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇവിടെ വന്നിട്ടുണ്ട് എന്ന വിവരം യഥാർത്ഥത്തിൽ ലൂഡ്രിക്കിന് ഇപ്പോഴായിരുന്നു മനസ്സിലായത്. അദ്ദേഹം സ്പെയിനിലെ ഉത്തരഭാഗത്തുള്ള റിബലുകളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന് വിവരം അറിയുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അവരുമായിട്ടുള്ള യുദ്ധം നിർത്തിവെക്കുകയും താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയും സ്പെയിനിലെ തലസ്ഥാന നഗരിയായ ടൊളോഡോയിലേക്ക് അവർ യാത്ര പോവുകയും ചെയ്തു. നേരെ മറിച്ച് താരിഖ് ഇബ്നു സിയാദ് ആവട്ടെ വടക്ക് ടൊളോഡോയിലേക്ക് അദ്ദേഹം മാർച്ച് നടത്തുകയും ചെയ്ത താരിഖ് ഇബ്നു സിയാദിന്റെ സൈന്യം അവിടെയുള്ളതായ ടാജോ നദിക്കും അൽബേറിയൻ നദിക്കും ഇടയിൽ അവർ ക്യാമ്പ് ചെയ്യുകയും ചെയ്തു. ലൂഡ്രിക് രാജാവിന്റെ നേതൃത്വത്തിൽ സർവവും പരിപൂർണമായ നിലക്ക് യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ലൂഡ്രിക്കിന്റെ നേതൃത്വത്തിലുള്ളതായ സൈന്യം യാത്ര പുറപ്പെടുകയാണ്. ഈ വിവരം താരിഖ് ഇബ്നു സിയാദിന് അറിയുന്നു. ലക്ഷത്തോളം വരുന്നതായ ആളുകളാണ് ലൂഡ്രിക്കിന്റെ പക്കലുള്ളത് എന്ന വാർത്ത താരിഖ് ഇബ്നു സിയാദിന് മനസ്സിലാകുന്നു. താരിഖ് ഇബ്നു സിയാദിന്റെ പക്കലുള്ളത് വെറും 700-1000 വരുന്ന ആളുകൾ മാത്രമാണ്. ശേഷം ഇദ്ദേഹം മൂസ ഇബ്നു നുസൈറിനോട് കാര്യം അറിയിക്കുകയും മൂസ ഇബ്നു നുസൈർ അദ്ദേഹത്തിന് 5000-ഓളം വരുന്ന സൈനികരെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ശേഷം ലൂഡ്രിക്കും ഷാദുന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സമ്മേളിക്കുകയാണ്. അവിടെ വെച്ചാണ് ഈ രണ്ട് വിഭാഗക്കാരും അവിടെ വെച്ചാണ് ലൂഡ്രിക്കിന്റെ സൈന്യവും താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും പരസ്പരം കണ്ടുമുട്ടുന്ന അവസരത്തിൽ തന്നെ താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ളതായ ആ സൈന്യം ഒന്ന് അടിപതറി പോവുകയാണ്, വിറച്ചു പോവുകയാണ്. കാരണം ലക്ഷത്തോളം വരുന്നതായ ആളുകളാണ് മറുഭാഗത്തുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താരിഖ് ഇബ്നു സിയാദ് ചരിത്ര പ്രസിദ്ധമായ ആ പ്രസ്താവന പുറപ്പെടുവിക്കുന്നത്. ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ സൈന്യവും പിമ്പിൽ സമുദ്രവുമാണ്. നിങ്ങൾ ഇനി രണ്ടായാലും മരണം ഉറപ്പാണ്. നിങ്ങൾക്ക് മരണത്തിനുള്ള നീതി തിരഞ്ഞെടുക്കുന്നതു വീര പോരാട്ടം തന്നെ എന്ന പ്രസ്താവന താരിഖ് ഇബ്നു സിയാദ് സൈന്യത്തോട് പറഞ്ഞു കൊടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഉഷാറോടുകൂടെ ആ സൈന്യം അവരുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഏകദേശം ഹിജറ 92 റമദാൻ 28 ആരംഭിച്ചതായ ഈ യുദ്ധം ഏകദേശം 8 ദിവസത്തോളം വരെ നീണ്ടു നിന്നു എന്നാണ് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത്. ശേഷം അദ്ദേഹം അവരുമായിട്ട് യുദ്ധം ചെയ്യുകയും അവരെ കീഴടക്കുകയും ചെയ്ത താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ശേഷമുള്ളതായ അവിടെയുള്ള ഒരുപാട് പ്രദേശങ്ങളെ കൈയൊടുക്കുകയും ചെയ്തു. പ്രയാസമൊന്നുമില്ലാതെയാണ് അദ്ദേഹം കൈയൊടുക്കിയിട്ടുള്ളത്. ശേഷം സ്പെയിനിന്റെ തലസ്ഥാന നഗരിയായ ടൊളോഡോയിലേക്ക് അദ്ദേഹം യാത്ര പോവുകയും ചെയ്തു. ഈ വിവരം അദ്ദേഹത്തിന്റെ ലൂഡ്രിക്കിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം താരിഖ് ഇബ്നു സിയാദ് മൂസ ഇബ്നു നുസൈറിനെ അറിയിക്കുകയും ഇനിയും ഞങ്ങൾക്ക് സൈന്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മൂസ ഇബ്നു നുസൈറിന്റെ നേതൃത്വത്തിലായിട്ട് 80,000-ഓളം വരുന്ന സൈനികരുമായിട്ട് അദ്ദേഹം സ്പെയിനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഇരുവരും സ്പെയിനിലെത്തുകയും മൂസ ഇബ്നു നുസൈർ സ്പെയിനിലെത്തിയതോടെ ഇരുവരും ചേർന്നുകൊണ്ട് ഒരുപാട് പ്രദേശങ്ങളെ കൈയൊടുക്കുകയും ചെയ്തു. അവസാനം ഖലീഫയായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് അവസാനം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. നിങ്ങൾ ഉടനെ തന്നെ നാട്ടിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞു തരണമെന്ന് ആ രാജാവ് അദ്ദേഹത്തോട് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ശേഷം അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങുകയും അവിടെ എത്തുമ്പോഴേക്കും അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മരണപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ താരിഖ് ഇബ്നു സിയാദിന്റെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവസാനം അദ്ദേഹം ക്രിസ്താബ്ദം 720 അദ്ദേഹം വഫാത്തായി പോയത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.